التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى. الصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. നമുക്ക് ഇൻഷാ അല്ലാഹ് ചില കാര്യങ്ങൾ പരസ്പരം നമ്മളെല്ലാവരും ഉണർത്താനും നമ്മളെല്ലാവരും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ പരസ്പരം പറയാമെന്നതാണ് ഇന്നത്തെ മജ്‌ലിസിൻ്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാനും കേൾക്കാം. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഇൻഷാ അല്ലാഹ് അതിന് ശേഷം നിങ്ങൾ പറയുന്നത് ഞാനും കേൾക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ ഈ ഭൂമിയിൽ പടച്ച് അയച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്കിവിടെ ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. അതൊക്കെയായി നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. നമ്മളൊരു ദിവസം മരിക്കൂലേ? ആർക്കെങ്കിലും സംശയമുണ്ടോ മരിക്കും എന്നുള്ള വിഷയത്തിൽ? സംശയമുള്ള ആൾ കൈബന്ധിച്ചേ. ആർക്കുമില്ല. അപ്പം നമ്മളെല്ലാവരും മരിക്കും. ഒരു ദിവസം നമ്മളെല്ലാവരും മരണപ്പെട്ടു പോകും. മരണപ്പെട്ടതോടുകൂടി നമ്മുടെ ജീവിതം തീരുമോ? ഇല്ല. അതിനുശേഷം നമുക്ക് വിചാരണയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമുക്കെല്ലാവർക്കും വിചാരണയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ. 4 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ ഒരാളുടെയും കാല് ഒരടി പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ മുന്നോട്ടെടുത്ത് വെക്കാൻ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളെല്ലാവരും അല്ലാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ്സിനെ കുറിച്ച്, നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് അല്ലാഹു നമ്മോട് ചോദിക്കും. നിനക്ക് ഇത്ര വർഷം ജീവിക്കാൻ ഭൂമിയിൽ അനുമതി നൽകി. ഈ കാലയളവിൽ നീ എന്ത് കാര്യങ്ങളാണ് ചെയ്തത്? ഈ ഒരു ചോദ്യം, പ്രിയപ്പെട്ടവരെ, എൻ്റെ കൂട്ടുകാർ, ഈ ഒരു ചോദ്യം നമ്മോടെല്ലാവരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാനുള്ള ചോദ്യമാണ്. നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ് അത് നമുക്ക് എത്രയാണെന്ന് അറിയില്ല. നമ്മൾ പൊതുവെ കാണുന്നത് പലപ്പോഴും പ്രായമുള്ള ആളുകൾ മരിക്കുന്നതായിരിക്കും. എന്നാലും ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരിൽ, നമ്മുടെ കുടുംബക്കാരിൽ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടവരുണ്ടാവില്ലേ? ഒരു 25 വയസ്സിൽ മരിച്ചവരുണ്ടാകാം, 30 വയസ്സിൽ മരിച്ചവരുണ്ടാകാം. അതുകൊണ്ട് നമുക്ക് ഏത് സമയത്താണ് മരിക്കുക എന്ന് നമുക്കറിയില്ല. പക്ഷേ അത് സംഭവിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു ജീവിതത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മിൽ നിന്ന് ചില തെറ്റുകൾ സംഭവിക്കും. നമ്മൾ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ നമ്മിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം തിർമിദി ഉദ്ധരിക്കുന്നതായി കാണാം, കുല്ലു ബനി ആദമ ഖത്താ. എൻ്റെ കൂട്ടുകാർ ശരിക്കും ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ നമ്മിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുക എന്നത് സ്വാഭാവികമാണ്. തെറ്റുകൾ സംഭവിക്കാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരും തന്നെ ഇല്ല. എല്ലാവരിൽ നിന്നും തെറ്റുകൾ സംഭവിക്കും. ഇപ്പൊ തെറ്റ് എന്ന് പറയുമ്പോൾ എന്താ? തെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റുകൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ആരാ പറയാ? എന്താണ്? അള്ളാഹുവിനെ ധിക്കരിക്കുക. അത് പൊതുവെ നമ്മൾ മലയാളത്തിൽ അങ്ങനെ ഒറ്റ വാക്ക് പറയുമെങ്കിലും തെറ്റെന്ന് പറയുമ്പോൾ ഇപ്പൊ ചില ആളുകൾ ചിന്തിക്കുക, കളവ് പറയാ, ഉമ്മ പറഞ്ഞത് കേൾക്കാതിരിക്കുക, ഉപ്പ പറഞ്ഞത് അനുസരിക്കാതിരിക്കുക, ഉസ്താദുമാരെ പരിഹസിക്കുക, ഉസ്താദുമാരെ കാണാതെ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് പലപ്പോഴും തെറ്റുകളായി നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതേ തെറ്റിൽപ്പെട്ടതാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതുപോലെ ചെയ്യാതിരിക്കുക എന്നത്. ഇപ്പൊ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചതാണ്. നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് പരസ്പരം ബാധ്യതകളുണ്ട്, അവരോട് ചില കടമകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അത് പാലിക്കണം. അത് പാലിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരനാണ്. അള്ളാഹു നമ്മോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വേണ്ടതുപോലെ നാം ചെയ്യുന്നില്ലെങ്കിൽ, അള്ളാഹു നമ്മോട് നിസ്കരിക്കാൻ പറഞ്ഞു, ആ നിസ്കാരം ഉപേക്ഷിക്കുക എന്നത് തെറ്റാണ്. ആ നിസ്കാരം അള്ളാഹു പറഞ്ഞതുപോലെ നമ്മൾ നിസ്കരിക്കുന്നില്ല എങ്കിൽ, അള്ളാഹുവിന് വേണ്ടി അവൻ കൽപ്പിച്ചതുപോലെ നിസ്കരിക്കുന്നില്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തെറ്റുകാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഇബ്നി ആദമ ഖത്താ. മനുഷ്യർക്ക് എല്ലാവർക്കും ഈ രൂപത്തിലുള്ള തെറ്റുകൾ വരും. ഇനി മുതിർന്നവരാണെങ്കിൽ അവരുടെ കുടുംബ ജീവിതത്തിൽ തെറ്റുകൾ വരാം. അവരുടെ ജീവിതത്തിന്റെ ഏതേത് മേഖലകളിലും നമ്മുടെ മക്കളുടെ തർബിയത്ത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം വേണ്ടതുപോലെ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ തെറ്റുകാരാണ്. നമ്മുടെ മക്കളുടെ തർബിയത്തിന്റെ വിഷയത്തിൽ നാം ശ്രദ്ധ കാണിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നാം കുറ്റക്കാരാണ്. കാരണം ഈ മക്കൾ അമാനത്താണ്. നമ്മുടെ ഭാര്യയ്ക്ക് ആവശ്യമായ ചെലവിന് നൽകൽ, ഭാര്യയോടുള്ള കടമകൾ അത് നമ്മുടെ ബാധ്യതയാണ്. അതൊരുവൻ നിർവഹിക്കുന്നില്ലെങ്കിൽ അവൻ തെറ്റുകാരനാണ്. ഈ രൂപത്തിൽ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്യുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയതാണ്. അത് നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ തെറ്റുകാരാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ
സംസാരമുള്ള വിഷയമാണ്. അള്ളാഹു വിലക്കിയത് ചെയ്യലാണോ കൂടുതൽ ഗൗരവമുള്ളത്, അതല്ല അള്ളാഹു കൽപ്പിച്ചത് ചെയ്യാതിരിക്കലാണോ? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കലാണോ കൂടുതൽ ഗൗരവം, അതല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങൾ ചെയ്യലാണോ കൂടുതൽ ഗൗരവം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച കാണാം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ 40ഓളം തെളിവുകൾ വെച്ചുകൊണ്ട് പറയുന്നത് അള്ളാഹു ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ് കൂടുതൽ ഗൗരവമുള്ള വിഷയം. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ കൂട്ടുകാരെ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മളൊക്കെ ഈ ജീവിതത്തിൽ നമുക്ക് തെറ്റുകൾ സംഭവിക്കും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറാണ്, അള്ളാഹുവിന്റെ ഖദറാണ്. തെറ്റുകൾ സംഭവിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ് ഈ തെറ്റുകൾ സംഭവിക്കുന്നത്? നമ്മൾ ഈ തെറ്റിലേക്ക് നയിക്കുന്നത് ആരാണ്? ഇപ്പൊ നമ്മൾ കളവ് പറയാൻ, ഉസ്താദ് പറഞ്ഞത് കേൾക്കാതിരിക്കാൻ, എന്തെങ്കിലും ഹറാമുകൾ ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായത് കാണാൻ, ഇതിനൊക്കെ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത്? ഒന്ന് ശൈത്താനാണ്. ശൈത്താൻ സ്വാധീനമുണ്ടാകും. മറ്റൊരു കാരണം എന്താ? ഇപ്പൊ റമദാൻ മാസമായാൽ ശൈത്താൻ അള്ളാഹു കെട്ടിയിടൂലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് റമദാനിൽ ചില ആളുകൾ തെറ്റ് ചെയ്യുന്നത്? എല്ലാ ശൈത്താനെയും കെട്ടിയിടും മറ്റൊരു കാര്യം. പക്ഷെ മറ്റൊരു കാരണം എന്താണ് തെറ്റ് ചെയ്യാൻ? എന്താണ്? നമ്മുടെ നഫ്സ്, നമ്മുടെ ശരീരം എപ്പോഴും തിന്മകളെ കൊതിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ശരീരം തെറ്റുകളെ കൊതിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പറയുന്നു, പ്രവാചകരെ, രാവിലെയും വൈകുന്നേരവും പറയാനുള്ള ഒരു ദിക്ർ താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും പറയാനുള്ള ഒരു ദിക്ർ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ പഠിപ്പിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് പറഞ്ഞു, നീ പറയേണ്ടത് ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശഹാദ ഫാത്തിറസ് സമാവാതി വൽ അർദ് റബ്ബ കുല്ലി ശൈഇൻ വമലീക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ, താങ്കൾ ഇങ്ങനെ പറയുക: അഊദു ബിക മിൻ ശർരി നഫ്സി. എന്റെ നഫ്സിന്റെ തിന്മകളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. നമ്മുടെ നഫ്സ്, നമ്മുടെ ശരീരം തെറ്റുകളെ കൊതിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട്, ആരാ അബൂബക്കർ? അബൂബക്കർ സ്വർഗത്തിലാണോ നരകത്തിലാണോ? സ്വർഗത്തിലാണ്. ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. എന്നിട്ട് കൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറയുകയാണ്, അബൂബക്കർ, താങ്കൾ ഇങ്ങനെ പറയണം: അഊദു ബിക മിൻ ശർരി നഫ്സി. എന്റെ നഫ്സിന്റെ ഷർറിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. വമിൻ ശർരി ശൈത്താനി വശിർകി. പിശാചിന്റെ ഷർറിൽ നിന്നും അവന്റെ കെണികളിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് താങ്കൾ പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തിർമിദി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് ഷർറുകൾ, നമ്മുടെ നഫ്സിന്റെ ഷർറ്, അതുപോലെ തന്നെ ശൈത്താന്റെ ഷർറ്, ഈ രണ്ട് ഷർറിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സദാസമയം നമ്മൾ കാവൽ ചോദിക്കുക. ഈ രണ്ട് ഷർറുകൾ, അതാണ് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ഒരു ദിവസം മരിച്ചു പോകും. അള്ളാഹുവിനെ കാണേണ്ടവരാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് വിചാരണയുണ്ട്. ഈ സമയം ഈ രണ്ട് ഷർറുകളെ ജീവിതത്തിൽ സൂക്ഷിച്ചവരാരാണോ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും, നമ്മുടെ സഹോദരങ്ങൾ, എൻ്റെ സംസാരം കേൾക്കുന്നവർ, സഹോദരിമാർ, നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങളെ സൂക്ഷിക്കുക. രാവിലെയും വൈകുന്നേരവും ഈ ഒരു ദിക്ർ, ഇതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പറയുക: അള്ളാഹുവേ, എന്റെ നഫ്സിന്റെ ഷർറിൽ നിന്നും പിശാചിന്റെ ഷർറിൽ നിന്നും എന്നെ നീ സംരക്ഷിക്കണം എന്ന ദുആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു 6-7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നമ്മൾ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയേക്കാം, എന്തെങ്കിലും തിന്മകൾ നമ്മിൽ നിന്ന് വന്നു പോയേക്കാം. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു 7 കാര്യങ്ങൾ അല്ലെങ്കിൽ 6 കാര്യങ്ങൾ സൂചിപ്പിക്കാം. അതിൽ ഒന്നാമത്തേത്, നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ കൂട്ടുകാരെല്ലാവരും ഈ സംസാരം കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു തീരുമാനം എടുക്കുക. ഒരു റെഡ് ബൗണ്ടറി നമ്മൾ വെക്കുക, ഒരു റെഡ് ലൈൻ. ഒരു കാരണവശാലും അത് ക്രോസ് ചെയ്യില്ല എന്നൊരു തീരുമാനം നമ്മൾ എടുക്കുക. ഒരു കാരണവശാലും അതിൻ്റെ ഭാഗത്തേക്ക് ഞാൻ പോവില്ല, ആ ഒരു ഭാഗത്തേക്ക് എനിക്കൊരു ചിന്തയേ ഇല്ല, അതെനിക്ക് വേണ്ട. അതിലൊന്നാമത്തെ കാര്യം നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, നമ്മൾ തൗഹീദുള്ളവരായിരിക്കും. ഒരു കാരണവശാലും ഷിർക്കിന്റെ മേഖലയിലേക്ക്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയർക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ജീവിതത്തിൽ വരില്ല എന്ന് നമ്മൾ തീരുമാനിക്കുക. ഒരു കാരണവശാലും അതിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് കാണൂലേ, നിരോധിത മേഖല, അങ്ങോട്ട് കയറാൻ പാടില്ല.
അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനം എടുക്കുക. ഒരു കാരണവശാലും ആ ഭാഗത്തേക്ക് നമ്മൾ പോവുകയില്ല. കാരണം ഷിർക്കിന്റെ ഗൗരവം അള്ളാഹു അല്ലാത്തവർ, ഇപ്പൊ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ചിലപ്പോൾ ചെറിയ കുട്ടികളും എന്തെങ്കിലും വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അള്ളാഹു അല്ലാത്തവരോട് എന്തെങ്കിലും ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ വയ്ക്കാനുള്ള പ്രോത്സാഹനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ അള്ളാഹുവിനെ പറ്റി പറയേണ്ട വാക്കുകൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് കാണാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പ് നടന്നു. അതിൽ അർജന്റീനയുടെ മെസ്സി, അയാളുടെ പേരും പറഞ്ഞ് അള്ളാഹുവിന്റെ വിഷയത്തിൽ നമ്മൾ പറയുന്നത്, അള്ളാഹുവിനെ കുറിച്ച് ഒരാൾ പുകഴ്ത്തി സംസാരിക്കുന്നത് എങ്ങനെയാണോ ആ രൂപത്തിൽ അവരെ കുറിച്ച് പറയുക. അതൊരിക്കലും ഒരു മുസ്ലിമിന് പാടില്ല. ശിർക്ക് എന്ന് പറയുമ്പോൾ കേവലം അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, മറിച്ച് അള്ളാഹുവിന് മാത്രം നൽകേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നത് ശിർക്കാണ്. ഒരു മുസ്ലിമിന്റെ വായിൽ നിന്ന് അത് വരാൻ പാടില്ല. ഇപ്പൊ നമ്മൾ തീരുമാനിക്കേണ്ടത് എന്താണ്? എന്റെ ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് വരില്ല. ആ ഒരു തീരുമാനം. ശിർക്കിന്റെ വാക്കുകൾ ഉണ്ടാവില്ല, ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല. അള്ളാഹുവിന് മാത്രം നൽകേണ്ട സിഫാത്തുകൾ, അള്ളാഹുവിനുള്ള വിശേഷണങ്ങൾ, അതൊരിക്കലും ഞാൻ മറ്റൊരാൾക്കും നൽകുകയില്ല, ഒരിക്കലും മറ്റൊരാൾക്ക് നൽകില്ല. ആ ഒരു തീരുമാനം നമ്മൾ എടുക്കണം, എന്ത് കാരണത്താലാണെങ്കിലും. ഒരു കാരണവശാലും. കാരണം എന്താണ്? അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിനെ അള്ളാഹു ഒരിക്കലും മാപ്പാക്കുകയില്ല. അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറയുന്നത് കഠിനമായ പാപമാണ്. അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിന്റെ രൂപം എന്താണ്? തസ്വിയതു ഗൈരില്ലാഹി ബില്ലാഹ് ഫീ ശൈഇൻ മിൻ ഖസായിസില്ലാഹ്. അള്ളാഹുവിന് മാത്രമുള്ള ഒരു കാര്യം മറ്റുള്ളവർക്ക് നൽകലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുചേർക്കൽ. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിലും മറ്റും നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെയുള്ള സംസാരങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറയാൻ പറ്റുന്ന സംസാരങ്ങൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളായി മാത്രം വന്നിരിക്കുന്ന സംസാരങ്ങൾ ഫുട്ബോൾ കളിക്കാരെ കുറിച്ച് പറയുക. അതെങ്ങനെയാണ് ഒരു മുസ്ലിമിന് പറ്റുക? എങ്ങനെയാണ് ഒരു മുസ്ലിമിന് പറ്റുക? ശിർക്ക്, ഒരു കളിക്കാരന്റെ പേരിൽ നമ്മൾ ശിർക്ക് പറയുക. അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? അയാൾ എന്തെങ്കിലും നമുക്ക് തരുന്നുണ്ടോ? ഒന്നുമില്ല. ഏതോ രാജ്യത്തുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെ കുറിച്ച് ഇങ്ങനെയുള്ള ശിർക്കിന്റെ വാക്കുകൾ നമ്മൾ പറയുന്നു. അള്ളാഹു നമുക്ക് നൽകുന്ന താക്കീത്ത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മാപ്പാക്കുകയില്ല. പരലോകത്ത് ആ ഒരു അവസ്ഥയിലാണ് റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ, റബ്ബിന് നൽകേണ്ട ഒരു വിശേഷണം ഇങ്ങനെയുള്ള ഒരു സാധാരണ സൃഷ്ടിക്ക് നൽകിയിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊന്ന് ചിന്തിച്ചു നോക്കി, അള്ളാഹുവിനോട് നമ്മൾ എന്താ പറയാ? എന്താ നമ്മൾ അള്ളാഹുവിനോട് പറയുക? മാത്രമല്ല, നമ്മൾ ഇവിടെ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ എല്ലാവരും ഖുർആൻ പഠിക്കുന്നവരാണ്, ഹദീസ് പഠിക്കുന്നവരാണ്, അഖീദ പഠിക്കുന്നവരാണ്. അള്ളാഹു പറയുന്നു, വലൗ അശ്റകു ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. പ്രവാചകന്മാരുടെ പേരുകൾ പറഞ്ഞ ശേഷം അള്ളാഹു പറയുകയാണ്, അവരിൽ നിന്ന്, പ്രവാചകന്മാരിൽ നിന്ന്, നമ്മളെക്കാളൊക്കെ ഇബാദത്ത് ചെയ്യുന്നവരല്ലേ പ്രവാചകർ, അല്ലേ? ആർക്കെങ്കിലും സംശയമുണ്ടോ? നമ്മളെക്കാളും ഇബാദത്ത് ചെയ്യുന്ന ആ പ്രവാചകന്മാർ, അവരെ കുറിച്ച് പറയുന്നു, അവരിൽ നിന്ന് ശിർക്ക് സംഭവിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അമലുകളെ പൊളിച്ചു കളയുന്നതാണ്. ഇപ്പൊ നമ്മൾ ഖുർആൻ പഠിക്കുന്നത് കൊണ്ട് കാര്യം ഉണ്ടാവില്ല. നമ്മൾ ഹദീസ് പഠിക്കുന്നത് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കില്ല. നമ്മൾ അഖീദ പഠിക്കുന്നു, നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അത് ചെയ്യുന്നു. പക്ഷേ ഇപ്പുറത്ത് അള്ളാഹുവിന് മാത്രം നൽകേണ്ട കാര്യങ്ങൾ ഫുട്ബോൾ പ്ലേയേഴ്സിന്, അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും, ഇന്ന് ചില ആളുകളൊക്കെ വളരെയധികം വാഴ്ത്തുന്ന ഇങ്ങനെയുള്ള ആളുകൾക്ക് നൽകുകയാണെങ്കിൽ അള്ളാഹുവിനോട് നമുക്ക് എന്ത് സ്നേഹമാണുള്ളത്? നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. ഖുർആൻ പഠിക്കുന്നതിൽ കാര്യമില്ലാണ്ടാവും, ഹദീസ് പഠിക്കുന്നതിൽ കാര്യമില്ലാണ്ടാകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഈ ഒരു വിഷയം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹുവിന് നൽകേണ്ടത് അള്ളാഹുവിന് മാത്രം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റൊരാൾ ഇഷ്ടപ്പെടാതിരിക്കുക. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റൊരാൾ ഇഷ്ടപ്പെടാതിരിക്കുക. ഇപ്പൊ നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ വാക്കുകൊണ്ട് പറയുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുത്തു നോക്കിയാൽ, ഈ ഫിഫ വേൾഡ് കപ്പിന്റെ സമയത്തൊക്കെ ചില ആളുകൾ ഫുട്ബോൾ പ്ലേയേഴ്സിനെ കുറിച്ച് പുകഴ്ത്താൻ, അവർക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കാൻ പല ആളുകളും ധാരാളം സമയം ചെലവഴിച്ചു. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് പറയാനോ നമ്മൾ എത്ര സമയം ചെലവഴിച്ചിട്ടുള്ളത്? അള്ളാഹുവിനെ കുറിച്ച് പറയാൻ നമ്മൾ എത്ര സമയം ചെലവഴിച്ചു? അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമുക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടം ആരോടാണ്? റബ്ബിനോടാണോ, അതല്ല ഈ പറയുന്ന ആളുകളോടാണോ? അള്ളാഹുവിനെ കുറിച്ച് പറയാനല്ലേ നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. നമ്മളെപ്പോഴും നിസ്കാരത്തിൽ എന്ത് പറയുന്നുണ്ട്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ് അള്ളാഹുവിനാണ്. ഹംദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്തുതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടത്തോടു കൂടി നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇഷ്ടത്തോടു കൂടി അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിനാണ് ഹംദ് എന്ന് പറയുന്നത്. ഇഷ്ടത്തോടെ പറയണം. അത് നമ്മൾ എത്രത്തോളം ചെയ്യുന്നുണ്ട്? ഒരു മുസ്ലിം ഹംദ് പറയാൻ ബാധ്യസ്ഥനാണ്. അത് എത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ട്?
ഇഷ്ടത്തോടുകൂടി അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എത്രത്തോളം പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തെ തീരുമാനം എന്തായിരിക്കണം? ഒരു റെഡ് ലൈൻ വെക്കുക. ഒരു കാരണവശാലും അത് നമ്മൾ ക്രോസ് ചെയ്യില്ല. അത് നമ്മൾ ക്രോസ് ചെയ്താൽ നമുക്ക് ഇഹലോകത്ത് നമ്മുടെ എല്ലാ നന്മകളും ബാത്തിലാകും. പരലോകത്തെത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുവീഴ്ച നൽകുകയും ചെയ്യില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അതുകൊണ്ട് ആ വിഷയം നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. വളരെ ഗൗരവത്തിലെടുക്കുക. ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരു സംസാരം, അങ്ങനെയുള്ള ഒരു സമീപനം നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഒരു റെഡ് ബൗണ്ടറി ആയിട്ട് നമ്മൾ വെക്കേണ്ട ഒരു കാര്യം നിസ്കാരമാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ മദ്രസയിൽ പഠിക്കുമ്പോൾ ഉസ്താദുമാർ നിങ്ങളോട് നിസ്കരിക്കാൻ പറയും. ഇവിടെ നിസ്കാര സമയം ഉണ്ടാകും. ഇനി മദ്രസ സമയം കഴിഞ്ഞാൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ കൂട്ടുകാരുണ്ടാകും, കൂട്ടുകാരികൾ ഉണ്ടാകും, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട മറ്റു പെൺകുട്ടികൾ ഉണ്ടായേക്കാം. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടായേക്കാം. ഇതിനിടയിൽ നിസ്കാരത്തെ നമ്മൾ മറന്നുപോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നിസ്കാരം റെഡ് ലൈനാണ്. നിസ്കാരം റെഡ് ലൈനാണ്. അഥവാ അത് ക്രോസ് ചെയ്യുന്ന ഒരു സാഹചര്യം അത് നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വ്യക്തി നിസ്കാരം ഉപേക്ഷിച്ചാൽ പണ്ഡിതന്മാരുടെ ചർച്ച എന്താ? അവന് പ്രതിഫലം കൂടുവോ കുറയോ എന്നാണോ? അല്ല, അവൻ മുസ്ലിമാണോ കാഫിറാണോ, അഥവാ അവൻ നരകത്തിലാണോ സ്വർഗത്തിലാണോ? ഇതാണ് ചർച്ച. നിസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ വിഷയത്തിലുള്ള ചർച്ച അവൻ മുസ്ലിമാണോ കാഫിറാണോ എന്നുള്ളതാണ്. ഇത്ര ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് മുസ്ലിമീങ്ങളായിട്ട് അള്ളാഹുവിനെ കാണണം. അതുകൊണ്ട് നിസ്കാരം റെഡ് ലൈൻ ആയിരിക്കണം. ഒരിക്കലും അത് ക്രോസ് ചെയ്യാൻ പാടില്ല. നമ്മൾ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിന്റെ അടിമയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യുക, നിസ്കരിക്കുക. വീട്ടിലെത്തിയാൽ 5 വക്ത് നിസ്കാരം, മഗ്രിബിന്റെ സമയം, ഇശാഇന്റെ സമയം, ആ നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കുക. ഈ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു കാരണവശാലും നമ്മൾ അലസത കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ റെഡ് ലൈനായിട്ട് നമ്മൾ വെക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ പരസ്പരമുള്ള ബന്ധങ്ങൾ. ഇപ്പൊ കൂട്ടുകാർ, ഇപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ക്ലാസ്സിലുള്ള കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാതിരിക്കുക. നമ്മൾ പരസ്പരം ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു എന്തെങ്കിലും അവർ കൊണ്ടുവന്ന ഒരു പെൻസിലാവട്ടെ, ഒരു പെന്നാവട്ടെ, അത് നമ്മൾ എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ അവരുടേതായി എന്താണുള്ള, അവരെന്തെങ്കിലും ഒരു പൈസ കൊണ്ടുവന്നു, അത് നമ്മൾ എടുക്കാതിരിക്കുക. പരസ്പരമുള്ള ബന്ധങ്ങൾ, പരസ്പരമുള്ള നമ്മുടെ ഇടപാടുകൾ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു പറയുന്നു, യാ അയ്യുഹന്നാസു ഇന്നമാ ബഗ്യുകും അലാ അൻഫുസികും. നമ്മൾ അങ്ങനെ ചെയ്താൽ അതിന്റെ ദോഷഫലം നമുക്കാണ് ലഭിക്കുക. നമുക്ക് ഇന്നൊരു പക്ഷേ എന്തെങ്കിലും ഒരു പൈസ മറ്റുള്ളവന്റെ കയ്യിൽ കണ്ടാൽ അതെടുക്കാൻ പറ്റിയേക്കാം. പക്ഷെ അതിന്റെ കുറ്റം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമുക്കുണ്ടാകും. അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ബന്ധം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഉമ്മയോട്, നമ്മുടെ ഉപ്പയോട്, നമ്മുടെ ഉസ്താദിനോട്, ഇപ്പൊ നിങ്ങൾ ഇവിടെ ധാരാളം സമയം ചെലവഴിക്കുന്നു. അപ്പൊ ഉസ്താദുമാർ നിങ്ങളുടെ മസ്ലഹത്തിന് വേണ്ടി ഈ കുട്ടികൾ വലുതായാൽ നല്ല കുട്ടികളാകണം, നല്ലവരാകണം എന്ന ഉദ്ദേശത്തിൽ അവരോട് പല കാര്യങ്ങളും പറഞ്ഞു തരും. ഇപ്പൊ ചില ആൾക്ക് അത് ഇഷ്ടപ്പെടൂല, ചില ആളുകൾ അത് കേൾക്കൂല, ചില ആളുകൾ അത് സ്വീകരിക്കൂല. അങ്ങനെ ആവരുത്. നമ്മളത് കേൾക്കുക. ഉസ്താദ് പറയുന്നത് എൻ്റെ നല്ലതിനു വേണ്ടിയായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ജീവിതത്തിൽ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഉമ്മയും ഉപ്പയും അവർ പറയുന്ന നിർദ്ദേശങ്ങൾ അത് നമ്മൾ ജീവിതത്തിൽ പാലിക്കുക. ഉമ്മ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, ഇപ്പൊ ഉമ്മ, നിങ്ങൾ വീട്ടിൽ പോയ ഉമ്മ നിങ്ങളോട് പറയാണ്, മോനൊരു സാധനം വാങ്ങിയിട്ട് വരണം, ഇല്ല എനിക്ക് പറ്റൂല, അല്ലെങ്കിൽ ഞാനത് ചെയ്യൂല എന്ന് നമ്മൾ പറയാൻ പാടില്ല. അല്ലെങ്കിൽ ഉമ്മ നിങ്ങളോട് ഒരു കാര്യത്തിന് വിളിച്ചാൽ, ഇല്ല ഞാൻ ഫോണിൽ ഗെയിം കളിക്കാണ്, അല്ലെങ്കിൽ എനിക്ക് വീഡിയോ കാണണം. ഇപ്പൊ ആൺകുട്ടികളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പെൺകുട്ടികളോട് ഉമ്മ വീട്ടു ജോലിയിൽ എന്തെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ തടസ്സം പറയരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പെൺകുട്ടികളൊക്കെ ഉമ്മ പറയുന്നതിന് മുമ്പ് ഉമ്മാനെ പോയി സഹായിക്കുക. ഉമ്മാന്റെ കൂടെ നിൽക്കുക, ഉപ്പയോടൊപ്പം സമയം ചെലവഴിക്കുക. നമ്മൾ സ്ക്രീൻ ടൈം കഴിവിന്റെ പരമാവധി കുറയ്ക്കുക. ഫോൺ നോക്കിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നതിന് പകരം ഉമ്മാനോട് സംസാരിച്ച്, ഉപ്പാനോട് സംസാരിച്ച്, നമ്മുടെ അനിയന്മാരുണ്ടെങ്കിൽ, ഇക്കാക്കമാരുണ്ടെങ്കിൽ, അനിയത്തിമാരുണ്ടെങ്കിൽ അവരോടൊക്കെ നമ്മുടെ ജീവിതത്തിൽ സമയം ചെലവഴിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കുക. ഒരു കാരണവശാലും അവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. അവരെ വേദനിപ്പിക്കരുത്. അവരാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ. നമ്മുടെ ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ഉസ്താദുമാരാണെങ്കിലും അവരെ വേദനിപ്പിക്കുന്ന ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ ജീവിതത്തിൽ റെഡ് ലൈൻ ആയിരിക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾ ശീലിക്കുക. ചെറിയ പ്രായത്തിൽ നമ്മളത് ശീലിക്കുക. ഉമ്മ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ എന്നനുസരിക്കും, പിന്നെ ചെയ്യും ഉമ്മ, ഒന്നുമില്ല പിന്നെ ചെയ്യാം എന്നൊരു വർത്താനം നമ്മൾ പറയരുത്. ഉമ്മയൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാകും. ഇപ്പൊ എൻ്റെ ഉമ്മ മരണപ്പെട്ടതാ. ഒരു വ്യക്തിക്ക് ഉമ്മ, ഇപ്പൊ നമുക്ക് ഇന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ ഉമ്മ എന്ന് വിളിച്ച് അവിടെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ അനുഗ്രഹമാണ്. ഉമ്മ എന്ന് വിളിച്ച് നമുക്ക് വീട്ടിൽ ചെല്ലാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ വലിയ അനുഗ്രഹമാണ്. അത് നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് സഹോദരങ്ങളെ അതിന്റെ വില നമുക്ക് മനസ്സിലാകും. വീട്ടിലേക്ക് കയറി ചെന്ന്
ഉമ്മ എന്ന് വിളിച്ച് തിരിച്ചു മറുപടി നൽകാൻ അവിടെ ഒരാളില്ല എങ്കിൽ അത് നമുക്ക് എത്ര വലിയ നഷ്ടമായിരിക്കും. ഇപ്പൊ നമുക്കിന്ന് അൽഹംദുലില്ലാ നമ്മുടെ കൂട്ടുകാർക്ക്, സഹോദരിമാർക്ക് നമുക്ക് ഉമ്മ ഇന്ന് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, ഉപ്പ ഇന്ന് ജീവിച്ചിരിക്കുന്നെങ്കിൽ അത് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ കവാടങ്ങളാണ്. അത് നമ്മൾ സൂക്ഷിക്കുക. അവരുടെ വിഷയത്തിൽ അള്ളാഹുവിനെ പേടിക്കുക. അവരൊരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറം ഒരു ധിക്കാരം നമുക്ക് പാടില്ല. ഉമ്മയും ഉപ്പയും റെഡ് ലൈനാണ്. ഒരിക്കലും അവർ ധിക്കരിക്കാൻ പാടില്ല. അവരുടെ തൃപ്തിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി, ചില ആധാറുകളിൽ വന്നതുപോലെ. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള കടമ, അവരോടുള്ള നമ്മുടെ ജീവിതത്തിലെ ഇടപാടുകൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്കൂ, അള്ളാഹു ഖുർആനിൽ അള്ളാഹുവിനോടുള്ള ബാധ്യതയുടെ കൂടെയാണ് മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ പറഞ്ഞു. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാൻ. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, അതുപോലെ തന്നെ മാതാപിതാക്കളോട് നിങ്ങൾ നന്മ കാണിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയും. അവസാനമായി ഈ വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിൽ റെഡ് ലൈനായി നമ്മൾ കാണേണ്ട മൂന്നാമത്തെ കാര്യം അദ്ദുനൂബുൽ ഇദ്മാനിയ. നമ്മുടെ ജീവിതത്തിൽ നമ്മെ നശിപ്പിച്ച് കളയുന്ന തെറ്റുകൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു വ്യക്തിക്ക് അത് ചെയ്താൽ പിന്നെ ഉപേക്ഷിക്കാൻ തോന്നാത്ത തെറ്റുകളുണ്ട്. ഉപേക്ഷിക്കാൻ തോന്നാത്ത തെറ്റുകൾ, ഇപ്പൊ എന്തെങ്കിലും സിനിമ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. കാരണം അത് അഡിക്റ്റ് ആവുന്നതാണ്. ഒരിക്കൽ കണ്ടാൽ പിന്നെയും കാണാൻ തോന്നും. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന തീരുമാനം നമ്മൾ എടുക്കുക. നമ്മൾ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുടുംബക്കാർ അവർ സിനിമ കാണുന്നുണ്ടാവും. നമ്മൾ മാറി നിൽക്കാം. നമ്മൾ മരിക്കേണ്ടവരല്ലേ. അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് വിചാരണ ഉണ്ടാകും. അതുകൊണ്ട് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ സാധ്യതയുള്ള തെറ്റുകളാണെന്ന് തോന്നുന്ന വിഷയങ്ങൾ അത് നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരും സിനിമ കാണുന്നില്ല. ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും സിനിമ കാണുന്നവരുണ്ടെങ്കിൽ, മ്യൂസിക് കേൾക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം, ഈ ഫിഫ വേൾഡ് കപ്പും മറ്റൊക്കെ നടക്കുമ്പോൾ ചില ആളുകളിൽ നമ്മൾ കാണുന്നത് എന്താ, അതിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. രാത്രിയിൽ കളി കാണാൻ വേണ്ടി ഉറക്കമൊഴിക്കുക. ഏത് സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അടിമകളോട് ഹൽ മിൻ ദാഇൻ ഫഉജീബ ല, ഞാൻ ദുആക്ക് ഉത്തരം നൽകാമെന്ന് പറഞ്ഞ അല്ലാഹു ഒന്നാം ആകാശത്ത് ഇറങ്ങി വരുന്ന സമയം ഇവിടെ കുറെ ആളുകൾ സമയം ചെലവഴിക്കുന്നത് എന്തിനാണ്? കളി കാണാൻ വേണ്ടി മാറിയിരിക്കുന്നു. റബ്ബിനോടൊന്ന് ദുആ ചെയ്യാൻ, ആ റബ്ബിന്റെ മുമ്പിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ആ റബ്ബിനോടൊന്ന് ദുആ ചെയ്യാൻ അവർക്ക് സമയമില്ല. എന്നിട്ടോ കളി കാണാൻ അവർ സമയം മാറ്റിവെക്കുകയാണ്. ഈ ഹറാമുകൾ കാണാൻ, ഈ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ കാണാൻ. ഇന്ന് ഫുട്ബോൾ കളിയിൽ നിങ്ങൾക്കറിയാം, ഒരു സ്ക്രീനിൽ ഫുട്ബോൾ കളി വെച്ചാൽ കേവലം കളി മാത്രമാണോ കാണിക്കുക? അല്ല, അതിൻ്റെ കൂടെ അവിടെയുള്ള സ്ത്രീകളെ കാണിക്കും, ഹറാമായ പലതും കാണിക്കും. ഇനി ഈ കളി തന്നെ അതെന്ത് മാനദണ്ഡത്തിലാണ് നടക്കുന്നത്? ഇത്തരത്തിലുള്ള കളികൾ. നമുക്ക് ഫുട്ബോൾ കളിക്കാം. ഇപ്പൊ ഇവിടെ കുട്ടികളൊക്കെ പരസ്പരം കൂട്ടമായി അവർ ഫുട്ബോൾ കളിക്കാം, പ്രശ്നമില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഉന്മേഷത്തിനും നമ്മുടെ ആരോഗ്യത്തിനും വേണ്ടിയൊക്കെ നമുക്ക് ഈ കളികളൊക്കെ പറ്റും. പക്ഷെ അതല്ലാതെ ഇങ്ങനെയുള്ള ഹറാമായ രൂപത്തിൽ സ്ക്രീനിൽ, ആ TV-യിൽ ഇങ്ങനെയുള്ളത് കാണിക്കപ്പെടുമ്പോൾ അതിനു വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കും. നമുക്ക് എന്താ നേട്ടം? എന്താണ് അതിനുള്ള നേട്ടം? എന്നിട്ട് ചില ആൾ പറയും നമ്മൾ ഇന്ന ടീമിന്റെ ആളാണ്, ഞാൻ ഇന്ന ടീമിന്റെ ആളാണ്. അത് തോറ്റു കഴിഞ്ഞാൽ നമുക്ക് വലിയ വിഷമം. ഒരു സെൻസുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു അടിസ്ഥാന ബുദ്ധിയുള്ള ഒരുവൻ, എന്ത് നേട്ടമാണ് സഹോദരങ്ങൾ നമുക്ക് അതിലുള്ളത്? എന്റെ സഹോദരങ്ങൾ, സഹോദരിമാർ ഒന്ന് ചിന്തിക്കുക. എന്ത് നേട്ടം നമുക്കുള്ളത്? ഒരു ടീം തോറ്റു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ വലിയ പ്രതിരോധം തീർക്കുക. ഒരു ടീം ജയിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ സന്തോഷിക്കുക. അവരെന്താ ചെയ്തത്? ഉമ്മത്തിന് വേണ്ടി എന്താണ് അവർ ചെയ്തത്? അല്ലെങ്കിൽ ലോകത്തിന് എന്ത് നല്ല മാതൃകയാണ് അവർ കാണിച്ചു കൊടുത്തിട്ടുള്ളത്? ഈ പല പ്ലെയേഴ്സിനെയും നിങ്ങൾ നോക്കിയാൽ ധാരാളം സ്ത്രീകളുമായി ബന്ധമുള്ളവർ, ധാരാളം ഹറാമായ ഇടപാടുകളുള്ളവർ, ധാരാളം നിഷിദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എത്രയെത്ര ആളുകൾ അവരെ നമുക്ക് കാണാം. അതുപോലെ തന്നെ അവരിൽ പലരും മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്നതിൽ എല്ലാവിധ പിന്തുണയും നൽകുന്ന രാജ്യങ്ങളുടെ ആളുകൾ, അതിനുവേണ്ടി സംസാരിക്കുന്നവർ. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ പിന്തുണ അറിയിക്കാൻ. അവർ തോറ്റാൽ നമുക്ക് വലിയ വിഷമാണ്. നമുക്ക് എവിടെയാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം? എവിടെയാണ് നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിമീങ്ങളോടുള്ള ഇഷ്ടം? മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്ന, അവരെ നശിപ്പിക്കുന്ന ആളുകളോട് എല്ലാവിധ സഹകരണവും അറിയിക്കുന്ന ആളുകൾക്ക് നമ്മൾ പിന്തുണ അറിയിക്കാം. അവർക്ക് വേണ്ടി നമ്മൾ സ്റ്റാറ്റസ് ഇടാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ DP വെക്കുക. അതൊരിക്കലും നമുക്ക് പാടില്ല. അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെടാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ മർഉ മഅ മൻ അഹബ്. ഒരാൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയായിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കൂട്ടുകാർ,
സഹോദരിമാർ, നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആരോടാണ് കൂടുതൽ ഇഷ്ടമുള്ളത്? ഈ പറയുന്ന ഇങ്ങനെയുള്ള ഫുട്ബോൾ പ്ലെയേഴ്സിനോടും അതുപോലുള്ളവരോടുമാണോ? അതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണോ നമുക്കിഷ്ടം? അതല്ല, ഈ പറയുന്ന ആളുകളോടാണോ? കേവലം വാക്കിൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് ദുനൂബുൽ ഇദ്മാനിയ, ജീവിതത്തിൽ നിരന്തരമായി വന്നുപോകുന്ന തെറ്റുകളാണെന്ന് തോന്നുന്ന വിഷയങ്ങൾ, അത് ജീവിതത്തിൽ പാടെ മുറിച്ച് കളയുക. അങ്ങനെ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ശിർക്കിന്റെ വിഷയം. രണ്ടാമത്തേത്, മറ്റുള്ളവരോട് ബാധ്യതകൾ, പ്രധാനമായും മാതാപിതാക്കളോട്. മൂന്നാമത്തേത്, ഈ പറഞ്ഞതുപോലെ നിരന്തരമായി ചെയ്യാൻ തെറ്റുള്ള സാധ്യതകൾ, അങ്ങനെ നിരന്തരമായി ചെയ്യാൻ സാധ്യതയുള്ള തെറ്റുകൾ, അത് ജീവിതത്തിൽ ഒഴിവാക്കുകയും ചെയ്യും. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റ് പതിവാക്കാതിരിക്കുക. ആ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ പാടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് എന്തെങ്കിലും, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തവരാണ് വിചാരിക്കുക. ഇപ്പൊ നമ്മളൊരു കളവ് പറഞ്ഞു, ഉസ്താദ് ഒരു കാര്യം ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ ഉമ്മ ഒരു കാര്യം ചോദിച്ചപ്പോൾ നമ്മളൊരു കളവ് പറഞ്ഞു. ആ സമയം നമ്മൾ പിടിക്കപ്പെട്ടിട്ടില്ല. പിന്നെ നമുക്ക് ധൈര്യമാണ്, ഇനിയും കളവ് പറയാം, പ്രശ്നമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിന്മ ചെയ്തു, ഒരു മോശം ചെയ്തു, ഉസ്താദ് അറിഞ്ഞാൽ വഴക്ക് പറയും, പക്ഷെ ഉസ്താദ് അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നു? ഇനി വീണ്ടും അത് ചെയ്യാം, കാരണം ഉസ്താദ് അറിഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരിക്കലും നമ്മളുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിന്റെ ഒരു മാർഗമായി, ജീവിതത്തിന്റെ ഒരു രീതിയായി നമ്മൾ മാറ്റാൻ പാടില്ല. മറിച്ച് ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ച് നന്മയിലേക്ക് വരിക. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അല്ലാഹുവിനോട് സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്നത് പോലെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അസ്സിറാത്തുൽ മുസ്തഖീമിലായിരിക്കണം നമ്മുടെ സഞ്ചാരം. അതിനിടയിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്ന് അതിൽ നിന്ന് മാറിപ്പോയാൽ വീണ്ടും തിരിച്ച് അതിലേക്ക് തന്നെ വരിക. അതല്ലാതെ ഈ തെറ്റിപ്പോൾ പിടിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇനി ആ തെറ്റ് തുടരും എന്നല്ല. മറിച്ച് ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക. ഏതുപോലെ ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഉസ്താദുമാർ പറയണം നമുക്കൊരു ടൂറ് പോകാം. ടൂറ് നിങ്ങൾ പോകുന്നത് ഏതെങ്കിലും നല്ല ഊട്ടിയിലേക്ക് ടൂറ് പോകുന്ന വഴിയിൽ വെച്ച് വണ്ടിയുടെ ടയർ ഒന്ന് പഞ്ചറായി, പിന്നെ നമ്മൾ വണ്ടി അവിടെ നിർത്തി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണോ ചെയ്യാം? അല്ല, വണ്ടിയുടെ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ അവിടെ ഒന്ന് നിർത്തും, അത് ശരിയാക്കും, പിന്നെ യാത്ര തുടരും. അതുപോലെയാണ് നമ്മൾ അള്ളാഹുവിലേക്ക് യാത്ര പോകുന്നവരാണ്, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി പോകുന്നവരാണ്. ആ സഞ്ചാരത്തിൽ അതിനിടയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു, സിറാത്തുൽ മുസ്തഖീമിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു തിന്മ വന്നു. തിന്മ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്റെ സഹോദരങ്ങളുടെ മനസ്സിലുണ്ടാകണം. തിന്മ എന്ന് പറയുന്നത് കളവ് പറയണമെന്നില്ല, കള്ളു കുടിക്കണമെന്നില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിരിക്കുന്ന ഏത് കാര്യം ചെയ്യുന്നത് തിന്മയാണ്. അള്ളാഹുവിന് നൽകേണ്ട കാര്യങ്ങൾ സൃഷ്ടികൾക്ക് നൽകുന്നത് തിന്മയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നത് പോലെ ഒരു ഫുട്ബോൾ പ്ലെയറെ നീ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അള്ളാഹുവിനെ നൽകേണ്ട എന്തെങ്കിലും ഒരു ഹക്ക് മറ്റൊരാൾക്ക് നീ നൽകുകയാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഒരു ഹറാമ് നീ പതിവാക്കുകയാണെങ്കിൽ, മോശമായ കാര്യങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് നീ പതിവാക്കിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ എന്തെങ്കിലും ഒരു തിന്മ നിന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നീ മാറ്റി നിർത്തുക, അതിനെ ഒഴിവാക്കുക, വീണ്ടും അള്ളാഹുവിലേക്കുള്ള സഞ്ചാരം തുടരുക. നമ്മളെപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മരിക്കേണ്ടവരാണ്, നമ്മൾ മരിക്കും, ഒരു സംശയവുമില്ല, മരിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടവരാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റുകൾ തിരുത്തി വീണ്ടും നന്മയുടെ മാർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതായി കാണാം. മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുന്നു, ഇന്നല്ലദീന തഖൗ, തഖ്വയുള്ള ആളുകൾ, മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ, അവർക്ക് പിശാചിന്റെ എന്തെങ്കിലും ശർറ് കാരണത്താൽ, പിശാചിന്റെ ബോധനം കാരണത്താൽ അവർക്ക് തിന്മകൾ സംഭവിച്ചു പോയാൽ തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ, അവർക്ക് അത് ഓർമ്മ വന്നാൽ അവർ പെട്ടെന്ന് തന്നെ ചിന്തിച്ച് നേരായ മാർഗത്തിലേക്ക് മടങ്ങുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ നമ്മുടെ ഈ ജീവിതത്തിൽ തെറ്റുകൾ പറ്റും. ഉസ്താദ് പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, ഒരു ദിവസം നമ്മൾ അനുസരിച്ചിട്ടുണ്ടാവില്ല. ഉമ്മ ഇന്ന് നമ്മോട് പറഞ്ഞു നീ ഒരു സാധനം വാങ്ങിയിട്ട് വാ, ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു, നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ദിവസം ഒരു പക്ഷേ ഉമ്മ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഉമ്മ വഴക്ക് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കരുത്, കൂടി വന്ന ഒരു വഴക്ക്, അതിനപ്പുറം ഒന്നും സംഭവിക്കാനില്ല, അല്ല. അങ്ങനെ ചിന്തിച്ച് നാളെ മുതൽ അനുസരിക്കാതിരിക്കല്ല വേണ്ടത്. ഇന്ന് എന്റെ ഭാഗത്ത് ഈ തെറ്റ് സംഭവിച്ചു പോയി, ഇനി ഒരിക്കലും ഇൻഷാ അല്ലാഹ് ഉണ്ടാവില്ല എന്ന് നമ്മൾ തീരുമാനിക്കുക. ഇസ്തിഖാമത്തിന്റെ മാർഗത്തിൽ അസ്സിറാത്തുൽ മുസ്തഖീമിൽ പെട്ടെന്ന് നമ്മൾ തിരിച്ചു വരിക. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ നന്മയിലേക്കുള്ള സഞ്ചാരമാകണം. അള്ളാഹുവിലേക്കുള്ള സഞ്ചാരത്തിൽ നന്മയുടെ മാർഗം നമ്മൾ തിരഞ്ഞെടുക്കുക. അതിനിടയിൽ തിന്മകൾ വന്നുപോയാൽ ആ ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ പതിവായി കൊണ്ടുവരാൻ പാടില്ല.
ഒരിക്കൽ വന്നാൽ പെട്ടെന്ന് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, അതിൽ നിന്ന് മാറി നിൽക്കുക. അതല്ലാതെ പതിവായിക്കൊണ്ട് തിന്മ ചെയ്യുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്തു, അതൊരിക്കലും മറ്റൊരാളുടെ മുമ്പിൽ പറയാതിരിക്കുക. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു സിനിമ കണ്ടു, കാണാൻ പാടില്ല, പക്ഷെ ആരെങ്കിലും കണ്ടുപോയി, പിറ്റേന്ന് വന്നിട്ട് ഫ്രണ്ട്സിനോട് പറയാണ്, ഞാൻ ഇന്നലെ ഈ സിനിമ കണ്ടു, നീ വീട്ടിൽ പോയെന്ന് കണ്ടു നോക്ക്. പറയാൻ പാടില്ല. നമ്മൾ ഒരിക്കലും അത് പറയാൻ പാടില്ല. അത് പറഞ്ഞാലുള്ള ദോഷം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം. അവിടുന്ന് പറഞ്ഞു, കുല്ലു ഉമ്മതി മുആഫ ഇല്ലൽ മുജാഹിരീൻ. എന്റെ ഉമ്മത്തിൽ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച നൽകുന്നതാണ്. ഇല്ലൽ മുജാഹിരീൻ, മുജാഹിരീങ്ങൾക്ക് ഒഴികെ. എന്താണ് മുജാഹിരീങ്ങൾ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു വ്യക്തി രാത്രിയിൽ ആരും അവനെ കാണാതിരിക്കുന്ന സമയം, രാത്രിയാവട്ടെ പകലാവട്ടെ, അവൻ ഒരു തെറ്റ് ചെയ്യുകയാണ്. അപ്പൊ ആരും ഇല്ലാത്തപ്പോ നമ്മളൊരു സിനിമ കണ്ടു, ആരും ഇല്ലാത്തപ്പോ എന്തെങ്കിലും ഒരു ഹറാമായ വീഡിയോ നമ്മൾ കണ്ടു, ആരും ഇല്ലാത്തപ്പോൾ ശറഅ് വിലക്കിയിട്ടുള്ള അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം നമ്മൾ കണ്ടു. വഖദ് സതറഹു അല്ലാഹു അലൈഹി, പക്ഷേ അതാരും കണ്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തൊട്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ രാവിലെ ആകുമ്പോൾ അവൻ അവന്റെ ഫ്രണ്ട് സർക്കിളിൽ വന്നാൽ, കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ അവരെന്ത് പറയും? യാ ഫുലാൻ അമിൽതുൽ ബാരിഹത കദാ വകദ, ഞാൻ ഇന്നലെ ഇങ്ങനെ ചെയ്തിരുന്നു, ഞാൻ ഇന്നലെ നല്ലൊരു സിനിമ കണ്ടു, ഞാൻ ഇന്നലെ നല്ലൊരു വീഡിയോ കണ്ടു, ഞാൻ എനിക്ക് വൈകുന്നേരം അയച്ചുതരാം എന്ന് ഒരുവൻ പറയുകയാണെങ്കിൽ അത്തരക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ നമ്മളൊരിക്കലും തിന്മകൾ നമ്മൾ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും തിന്മ സംഭവിച്ചു പോയാൽ തന്നെ അത് മറ്റൊരാളോട് പറയാതിരിക്കുക, ഒരു കാരണവശാലും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫുട്ബോൾ പ്ലെയറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഡിഫെൻഡ് ചെയ്തു, നമുക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ അങ്ങനെ വൃത്തികെട്ട ജീവിതം നയിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി നമ്മൾ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ന്യായീകരിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ സമയം ചെലവഴിച്ചു. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാത്രിയിൽ ഉറങ്ങാനാണ് ശറഅ് നമ്മെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത്, അതിന് പകരം നമ്മൾ രാത്രി ഉറക്കം ഒഴിവാക്കി കളി കണ്ടു. ആ കളി കാണാനും പാടില്ല. മറ്റൊരു കാര്യം, അങ്ങനെ ഒരാൾ കളി കണ്ടു, പിറ്റേ ദിവസം വന്നിട്ട് ചങ്ങായിയോട് പറയാണ്, ഞാൻ ഇന്നലെ കണ്ടു, നീ ഒന്ന് ഇന്ന് രാത്രി കണ്ടു നോക്കും, അത് നീ ഒന്ന് കണ്ടു നോക്കും. അങ്ങനെ രാത്രി ഇവൻ കളി കാണാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ, ചെയ്ത തെറ്റുകൾ എടുത്തു പറയുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുകയില്ല. അവർക്ക് അല്ലാഹു ആഫിയത്ത് നൽകുന്ന, അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളിൽ അവർ ഉൾപ്പെടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി നേരെ തിരിച്ച് നമ്മളൊരു തെറ്റ് നമ്മിൽ നിന്ന് സംഭവിച്ചു പോയാൽ ശരിക്കും ശ്രദ്ധിക്കുക. ഉറക്കു വരുന്നുണ്ടല്ലേ കുറെ ആൾക്ക്, കുട്ടികൾക്ക്? നമ്മിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചു പോയി, ആ തെറ്റ് നമ്മൾ മറച്ചു വെച്ചാലോ, ആരോടും പറയാതിരുന്ന എന്താ സംഭവിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് വെച്ച് അള്ളാഹു അവന്റെ അടിമയെ അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കും, അള്ളാഹുവിലേക്ക് അടുപ്പിക്കും, ശേഷം ഒരു മറ വെക്കും. മറ്റുള്ളവർ കാണാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിയെ, അടിമയെ, നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിക്കും. ശേഷം അള്ളാഹു നമ്മോട് ചോദിക്കും, അതഅരിഫു ദംബ കദാ, നീ ഇന്ന് തെറ്റ് ചെയ്തത് നീ ഓർക്കുന്നുണ്ടോ? അതഅരിഫു ദംബ കദാ, നീ ഇന്ന് തെറ്റ് ചെയ്തത് നീ ഓർക്കുന്നുണ്ടോ? അഥവാ നമ്മളൊരു ഹറാമ് ചെയ്തത്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വിലക്കിയിരിക്കുന്ന ഒരു കാര്യം ചെയ്തത്, അതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഇങ്ങനെ ഓരോന്നായിട്ട് ചോദിക്കും. അപ്പൊ നമുക്കറിയാലോ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, നമ്മൾ കാണിക്കുന്ന വീഴ്ചകൾ നമുക്കറിയാം. ഇതിനെക്കുറിച്ച് അള്ളാഹു നമ്മോട് ചോദിക്കും. നമ്മൾ ജീവിതത്തിൽ മറ്റാരോടും പറയാതെ നമുക്ക് സംഭവിച്ചിരിക്കുന്ന പിഴവുകൾ അള്ളാഹു നമ്മോട് ചോദിക്കും. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഈ അടിമ ഈ ചെയ്ത തെറ്റുകളൊക്കെ സമ്മതിച്ചു കഴിഞ്ഞാൽ അവന് തോന്നും, ഇനി ഞാൻ നശിക്കുക തന്നെ ചെയ്യും. അപ്പൊ നമ്മോട് അള്ളാഹു ചോദിക്കും, നീ ഹറാമ് ചെയ്തിട്ടില്ലേ? നിനക്ക് നിർബന്ധമായി പഠിക്കേണ്ട കാര്യങ്ങൾ നീ പഠിക്കാതിരുന്നിട്ടില്ലേ? നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ പറഞ്ഞാൽ, ഉസ്താദ് പറഞ്ഞത് കേൾക്കാതിരുന്നിട്ടില്ലേ? നിന്റെ ഉമ്മ പറഞ്ഞത് അനുസരിക്കാതിരുന്നിട്ടില്ലേ? നിന്റെ കൂട്ടുകാരനെ മോശമായ രൂപത്തിൽ നീ അവനോട് സംസാരിച്ചില്ലേ? അവനെ നീ ചീത്ത വിളിച്ചില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഓരോരോ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ഇതൊരു വ്യക്തി അംഗീകരിച്ചു കഴിഞ്ഞാൽ അവൻ വിചാരിക്കും, ഇനി ഞാൻ നശിച്ചത് തന്നെ, ഇനി ഞാൻ നശിക്കും. അത്രയും അധികം തിന്മകൾ എന്റെ തിന്മകൾ അള്ളാഹുവിനോട് പറഞ്ഞിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, സതർതുഹാ അലൈക ഫിദ്ദുനിയ, ദുനിയാവിൽ ഈ തിന്മകൾ ആരും അറിയാതെ ഞാൻ മറച്ചു വെച്ചിരിക്കുകയാണ്,
നിന്റെ തെറ്റുകൾ നീ ആരോടും പറഞ്ഞിട്ടില്ല, ഞാനത് നിന്നെ തൊട്ട് മറക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് ഞാൻ നിനക്കത് മാപ്പ് നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. നോക്കൂ, നിങ്ങൾ തെറ്റ് ചെയ്ത് അത് മറ്റുള്ളവരോട് പറയാതിരുന്നതിന്റെ പേരിൽ അത് അല്ലാഹു മറച്ചു വെച്ചപ്പോൾ ആ മറ സംരക്ഷിച്ചവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മഹത്വം എന്താണ്? അവനെ അല്ലാഹു പരലോകത്ത് വെച്ച് പാപങ്ങൾ മാപ്പാക്കി നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പിശാചിന്റെ പണിക്കാരാകാൻ പാടില്ല, പിശാചിന്റെ പണിക്കാരാവരുത്. പിശാചിന് വേണ്ടി പണിയെടുക്കുന്ന പിശാചിന്റെ എംപ്ലോയി ആവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഒരു തെറ്റ് ചെയ്ത് ആ തെറ്റിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കാൻ നമ്മൾ പോകരുത്. നമ്മളൊരു ഹറാമായ സിനിമ കണ്ടാൽ അത് കാണാൻ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ആ സിനിമ കണ്ടു എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. നമ്മൾ ഉമ്മ പറഞ്ഞത് അനുസരിക്കാതിരിക്കുമ്പോൾ എൻ്റെ ഉമ്മ പറയുമ്പോൾ ഞാനൊന്നും വീട്ടിൽ പോകാറില്ല, നീ പോകാറുണ്ടോ എന്ന രൂപത്തിൽ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ ചെയ്തിരിക്കുന്ന തെറ്റ് അത് നമ്മൾ മറച്ചു വെക്കുക, അത് മറ്റുള്ളവരോട് ഒരിക്കലും പറയാതിരിക്കുക. അതല്ലാതെ പിശാചിന്റെ പണിക്കാരായി അള്ളാഹുവിനെ ധിക്കരിക്കുന്നത്, നിസാരവൽക്കരിക്കുന്ന ഒരു സ്വഭാവം ആളുകൾക്കിടയിലേക്ക് നമ്മൾ നൽകാൻ പാടില്ല. ഇന്ന് പല ആളുകൾ അങ്ങനെയാണ്. അവർ തെറ്റുകൾ ചെയ്യുക മാത്രമല്ല, ആ തെറ്റിലേക്ക് ആളുകളെ അവർ പ്രോത്സാഹിപ്പിക്കും. തെറ്റുകൾ ചെയ്യാൻ ആളുകൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കും. ഇപ്പൊ നമ്മൾ ചില ഹോട്ടലുകളിൽ പോയാൽ, കഫേകളിൽ പോയാൽ അവിടെ ഉറക്കെയുള്ള ശബ്ദത്തിൽ മ്യൂസിക്കുകൾ വെച്ചിട്ടുണ്ടാകും. ഇത് അവൻ കേൾക്കുന്നത് ഒരു പാപാണ്. പക്ഷേ ഇത് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ എന്തിനാണ് അവൻ സമയം ചെലവഴിക്കുന്നത്? മറ്റുള്ളവരെ കേൾക്കാൻ എന്തിനാ സൗകര്യം കൊടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു ഉമ്മത്തി മുആഫ ഇല്ലൽ മുജാഹിരീൻ. മുജാഹിരീങ്ങൾക്ക് ഒഴികെ അള്ളാഹു മാപ്പ് നൽകുന്നതാണ്. ആരാണ് മുജാഹിർ? അവൻ ചെയ്യുന്ന തെറ്റ് പരസ്യമായി എടുത്തു പറയുന്നവർ. അതുപോലെ തെറ്റുകൾ പരസ്യമായി ചെയ്യാനുള്ള ഈ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് എത്ര കഠിനമായ കാര്യമാണ്. ജിമ്മുകളിൽ പോയാൽ അവിടെ ഉറക്കെ മ്യൂസിക് വെക്കും. എന്തിനാണ്? ആളുകൾക്ക് അത് കേൾക്കാൻ. ആളുകളൊക്കെ അത് കേൾക്കാൻ. അവൻ തനിച്ച് കേൾക്കുന്നത് ഹറാമാണ്. ഈ ആളുകളെ കേൾപ്പിച്ച് പിശാചിന്റെ പണിക്കാരനായി ആളുകളെ തിന്മയിലേക്ക് നയിക്കുന്ന പണി എന്തിനാണ് നമ്മൾ എടുക്കുന്നത്? അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ഹറാമ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ ബാക്കിയുള്ളവരെ നമ്മൾ ക്ഷണിക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ ക്ഷണിച്ചാൽ, പിശാചിന്റെ പണിക്കാരായി നമ്മൾ പണിയെടുത്താൽ എന്താ സംഭവിക്കുന്നത്? അവർക്കുള്ള ശമ്പളം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതായി കാണാം. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്കിടയിൽ വിധി തീർപ്പാക്കുന്ന ദിവസം, വിധി തീർപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിശാച് അവനെ അനുസരിച്ച് ആളുകളോട് പിശാച് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദീനുമായി നിങ്ങൾക്ക് അരികിലേക്ക് വരികയും നിങ്ങൾക്ക് അതിന്റെ തെളിവുകൾ കൊണ്ട് നൽകുകയും ചെയ്തു. അത് നിങ്ങൾ അനുസരിച്ചിട്ടില്ല. ഞാനാവട്ടെ ഒരു തെളിവുമില്ലാതെ നിങ്ങളുടെ അരികിൽ വന്ന് ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ എന്നെ അനുസരിച്ചിരിക്കുകയാണ്, എന്നെ നിങ്ങൾ അനുസരിച്ചു. അതുകൊണ്ട് ഫലാ തലൂമുനി വലൂമു അൻഫുസക്കും. നിങ്ങൾ നിങ്ങളെ ആക്ഷേപിച്ചാൽ മതി. നിങ്ങൾ പ്രവാചകനെയായിരുന്നു പിൻപറ്റേണ്ടത്. അത് പിൻപറ്റാതെ നിങ്ങൾ എന്നെ പിൻപറ്റിയ സ്ഥിതിക്ക് നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ടതില്ല, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചു കൊള്ളുക എന്ന് പിശാച് പറയുകയും അവർക്ക് അവസാനം നരകം ലഭിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഒരു കാരണവശാലും തിന്മകൾ നമ്മൾ ചെയ്യാതിരിക്കുക. ഒരു കാരണവശാലും തിന്മകൾ നമ്മൾ ചെയ്യരുത്. ആ തിന്മകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ആരോടും പറയാനും പാടില്ല. ചെയ്യരുത്. അഥവാ സംഭവിച്ചു പോയാൽ മറ്റൊരാളോട് പറയാതിരിക്കുക. നമ്മൾ എന്തെങ്കിലും ചെയ്തത് അവിടെ തീർക്കുക, മറ്റൊരാളോട് നമ്മൾ അത് പറയാതിരിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരിക്കലും നമ്മൾ ഈ തെറ്റുകൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കരുത്. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നന്മയിലേക്ക് പെട്ടെന്ന് മടങ്ങുക. അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ ഉണ്ടാകും. അള്ളാഹു പറഞ്ഞതുപോലെ പരലോകത്തെത്തിയാൽ നമ്മുടെ നന്മകളും തിന്മകളും അള്ളാഹു സുബ്ഹാനഹു വ തആല തൂക്കുന്നതാണ്, മീസാനിൽ വെക്കുന്നതാണ്. അതിനുശേഷമായിരിക്കും അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് ശിക്ഷ അല്ലെങ്കിൽ പ്രതിഫലം ഉണ്ടാവുക. അതുകൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടേണ്ടവരാണെന്ന ബോധം സദാസമയം നമുക്കുണ്ടാവും. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ, നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യം എന്താണ്? എല്ലാവരും, ചെറിയ കുട്ടികളും എല്ലാവരും അള്ളാഹുവിനോട് സദാസമയം ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തൗബ ചെയ്യുക. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമ്മൾ ഇന്നൊരു തീരുമാനം എടുക്കുക, ഇൻഷാ അള്ളാഹ് ഞാൻ എന്നെ തൗബ ചെയ്യും. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ തിന്മകളിലേക്ക് പോവുകയില്ല. അഥവാ എന്തെങ്കിലും ഒരു തിന്മ നിരന്തരമായി ചെയ്യുന്നവർ, എൻ്റെ സംസാരം കേൾക്കുന്ന ആൺകുട്ടികളോ പെൺകുട്ടികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ തീരുമാനിക്കുക, ഇനി എനിക്കത് വേണ്ട. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട എന്ന തീരുമാനം നമ്മൾ എടുക്കുക. ഹറാമായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കാം. നമ്മുടെ ഉസ്താദുമാരോടുള്ള ബാധ്യതകൾ, നമ്മുടെ കൂട്ടുകാർ പരസ്പരമുള്ള ബാധ്യതകൾ,
നമ്മുടെ ഉമ്മയോടുള്ള ബാധ്യതകൾ, ഉപ്പയോടുള്ള ബാധ്യതകൾ, സഹോദരങ്ങളോടുള്ള ബാധ്യതകൾ, ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ അള്ളാഹു ഹറാമാക്കിയ ഒന്നും നമ്മൾ കേൾക്കാൻ പാടില്ല. മ്യൂസിക് കേൾക്കാതിരിക്കുക, സിനിമ കാണാതിരിക്കുക, ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇന്ന് തീരുമാനം എടുക്കണം, പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികൾ, ഞാൻ ഇൻഷാ അള്ളാഹ് ഇന്ന് തൗബ ചെയ്ത് മടങ്ങും, ഇന്ന് ഞാൻ തൗബ ചെയ്യും. എന്താണ് തൗബ എന്ന് പറഞ്ഞാൽ? തൗബക്ക് 3 നിബന്ധനകളാണ് പ്രധാനമായും. ഒന്നാമത്തേത്, നമുക്ക് ഇതുവരെ ചെയ്തതിൽ ഖേദമുണ്ടാവുക. ഇതുവരെ ചെയ്തതിൽ ഖേദം ഉണ്ടാവുക. അനാവശ്യമായി സമയം കളയാൻ പാടില്ല. ഹറാമായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. നമ്മൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊരു തീരുമാനം എടുക്കുക. ഒന്നാമത്തേത് നമുക്ക് ഖേദമുണ്ടാവുക. രണ്ടാമത്തേത്, നമ്മൾ എന്ത് തെറ്റാണോ ചെയ്യുന്നത് ആ തെറ്റ് നമ്മൾ ഒഴിവാക്കുക. സിനിമ കാണുന്നവരുണ്ടെങ്കിൽ അത് കാണാതിരിക്കുക. നാളെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്നൊരു ബോധം നമുക്കുണ്ടാവുക. ഉമ്മ പറഞ്ഞത് അനുസരിക്കാതിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഇനി മുതൽ നമ്മൾ അങ്ങനെ ചെയ്യില്ല, ഇനി എൻ്റെ ഉമ്മ പറഞ്ഞത് ഞാൻ അനുസരിക്കും എന്ന തീരുമാനം എടുക്കുക. ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് നമ്മൾ മടങ്ങില്ല എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടാവുക. അതാ 3ാമത്തെ കാര്യം. ചെയ്ത തെറ്റിൽ നമുക്ക് ഖേദമുണ്ടാവുക, അതുപോലെ തന്നെ ചെയ്യുന്ന തെറ്റ് അതിനെ തൊട്ട് മാറി നിൽക്കുക. ഇനി ഒരിക്കലും ആ തെറ്റുകളിലേക്ക് നമ്മൾ പോവുകയില്ല എന്നൊരു തീരുമാനവും നമ്മൾ എടുക്കുക. ഈ 3 കാര്യം നമ്മൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളൊക്കെ മാറ്റി നൽകും. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. ഇനി ഇങ്ങനെയൊക്കെ തൗബ ചെയ്ത ശേഷം നാളെ ഒരു തെറ്റ് വീണ്ടും സംഭവിച്ചു കഴിഞ്ഞാലോ, വീണ്ടും തൗബ ചെയ്യുക. അതിനർത്ഥം നാളെ പോയി തെറ്റ് ചെയ്യണം എന്നല്ല. അഥവാ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും തൗബ ചെയ്യുക. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു ബന്ധമുള്ളവരായി നമ്മൾ മാറുക. തൗബയുടെ വിഷയത്തിൽ എൻ്റെ സംസാരം കേൾക്കുന്നവർ, വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും, ഒരു കാരണവശാലും അലസത കാണിക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും തൗബ ചെയ്തുകൊണ്ടിരിക്കുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മജ്ലിസിൽ 100 തവണയെങ്കിലും പ്രവാചകൻ റബ്ബി ഗ്ഫിർലി വതുബ് അലൈ ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന് പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്ലിസിൽ പ്രവാചകൻ 100 തവണയെങ്കിലും റബ്ബി ഗ്ഫിർലി വതുബ് അലൈ, അല്ലാഹു എനിക്ക് നീ മഗ്ഫിറത്ത് നൽകണം, അല്ലാഹു എനിക്ക് നീ തൗബ നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 തവണയെങ്കിലും പറയാറുണ്ട് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. അതുകൊണ്ട് നമ്മൾ ഇന്നൊരു തീരുമാനം എടുക്കണം, നമ്മൾ തൗബ ചെയ്യും. ഒരു കാരണവശാലും തിന്മകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പതിവാക്കുകയില്ല എന്നൊരു തീരുമാനം നമ്മൾ എടുക്കുക. അഥവാ എന്തെങ്കിലും തിന്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുക. എല്ലാ ദിവസവും ഇസ്തിഗ്ഫാർ ചെയ്യുക, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് റബ്ബിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ അല്ലാഹുവുമായി നല്ലൊരു ബന്ധം വെച്ച് നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ പാപമില്ലാത്തവരായി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. പാപമില്ലാത്തവരായി അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മൾ ശ്രമിക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ? എല്ലാ ദിവസവും തൗബ ചെയ്യുക, തെറ്റുകളിലേക്ക് പോകാതിരിക്കുക. അഥവാ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ദിവസവും നമ്മൾ തൗബ ചെയ്യുക, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഒരിക്കലും ഇനി തെറ്റിലേക്ക് മടങ്ങാതിരിക്കുക എന്നുള്ളത് തൗബയുടെ നിബന്ധനയല്ല, മറിച്ച് തൗബ ചെയ്യുന്ന സമയം നമുക്ക് തീരുമാനം ഉണ്ടാകണം, ഇനി ഞാൻ തെറ്റിലേക്ക് പോകില്ല. അതിനുശേഷം നമ്മുടെ ഈമാനിന്റെ ബലഹീനത കാരണം തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും തൗബ ചെയ്യുക, വീണ്ടും തൗബ ചെയ്യുക. ഈ രൂപത്തിൽ നമ്മൾ എന്നും തൗബ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നല്ല ബന്ധം വെച്ചവരായി അല്ലാഹുവിനെ കണ്ടുമുട്ടുക. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം തൗബയുടെ. ഇപ്പൊ 2 ആളുകൾ ഒരു ബോർഡിൽ എഴുതുന്നെന്ന് സങ്കല്പിക്കുക. ഒരാൾ ബോർഡിൽ എഴുതുന്നു, എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ അത് മായ്ച്ചു കളയുന്നു. മറ്റേ വ്യക്തിയാണെങ്കിൽ ബോർഡിൽ എഴുതുന്നു, അത് മായ്ക്കുന്നില്ല. 2ാമത്തെ ദിവസം ആ ബോർഡിൽ വന്ന് പിന്നെയും എഴുതുന്നു, 3ാമത്തെ ദിവസം ആ ബോർഡിൽ വന്ന് പിന്നെയും എഴുതുന്നു. ആ ബോർഡ് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് മായുന്നില്ല. എന്നാൽ 1ാമത്തെ വ്യക്തിയോ എല്ലാ ദിവസവും എഴുതുന്നുണ്ട്, പക്ഷേ രാത്രിയാക്കുമ്പോൾ അതൊക്കെ മായ്ച്ചു കളയും. അതാണ് തൗബ ചെയ്യുന്നവരും തൗബ ചെയ്യാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ നമ്മൾ രണ്ടുപേർ ഒരേ പാപം ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. 2 പേരും ഒരേ പാപം ചെയ്യുന്നു, 2 ആളും 2 ഹറാമ് ചെയ്തു. ഒരു ദിവസം രാത്രിയാകുമ്പോഴേക്ക് അതിൽ ഒരാൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ആ പാപങ്ങൾ മായ്ക്കപ്പെട്ടു, പിന്നെ അവന്റെ ആ പാപങ്ങളില്ല. എന്നാൽ മറ്റവൻ തൗബ ചെയ്യാത്തവൻ, അവന്റെ ആ പാപങ്ങളൊക്കെ അവിടെ നിലനിൽക്കാൻ. പിറ്റേ ദിവസം അവൻ വീണ്ടും പാപം ചെയ്യാൻ വേണ്ടി വന്നാൽ അവന്റെ പാപം അതിന്റെ മുകളിലായി വീണ്ടും നിൽക്കും, പാപത്തിന്റെ മുകളിൽ പാപമായി നിൽക്കും. എന്നാൽ ആ 2ാമത്തെ വ്യക്തി, ഇന്നലെ തൗബ ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇന്നത്തെ ദിവസം പുതിയ പാപങ്ങളാണ്, വീണ്ടും ചെയ്യുന്ന പാപങ്ങളാണ്. അവൻ അന്ന് രാത്രി തൗബ ചെയ്താൽ വീണ്ടും അത് മായ്ക്കപ്പെടും. അള്ളാഹുവിനെ കബളിപ്പിക്കാനല്ല, മറിച്ച് നമ്മുടെ ഈമാനിന്റെ ബലഹീനത കാരണം എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തൗബ ചെയ്തുകൊണ്ടേയിരിക്കുക, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് നമ്മൾ മടങ്ങിക്കൊണ്ടേയിരിക്കുക. കഴിവിന്റെ പരമാവധി തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ കുറക്കാൻ നമ്മൾ ശ്രമിക്കുക. തിന്മകൾ സംഭവിക്കും, മനുഷ്യരാണ്, പക്ഷേ കഴിവിന്റെ പരമാവധി തിന്മകളില്ലാതിരിക്കാൻ ശ്രമിക്കുക. അഥവാ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിലെ ഒരു റുട്ടീനായി നമ്മൾ കൊണ്ടുപോകരുത്.
ഒരു റുട്ടീനായി നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം നമുക്ക് ഓർമ്മയുണ്ടാകണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ ഇഹ്രിസ് അലാ മാ യൻഫഅക്, ഉപകാരമുള്ള കാര്യങ്ങൾ അതിൽ നമ്മൾ താല്പര്യം കാണിക്കുക. ഉപകാരമുള്ള കാര്യങ്ങൾ, മോശമായ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കരുത്. മോശമായ കാര്യങ്ങൾ കാണാൻ, അതിന്റെ വീഡിയോസ് കാണാൻ നമ്മൾ സമയം ചെലവഴിക്കാതിരിക്കുക. അള്ളാഹു ഹറാമാക്കിയത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുക. ഇഹ്രിസ് അലാ മാ യൻഫഅക് വസ്തഈൻ ബില്ലാഹി വലാ തഅജിസ്, അതിനുവേണ്ടി നിരന്തരം അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്റെ സംസാരം കേട്ട എല്ലാവരും ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ധാരാളം ചെയ്യുവാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.